1995 തിരുത്തിയാട് ശാഖ ISM അതിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിപുലമായ ആവിഷ്കാരത്തിനു വേണ്ടി രൂപം കൊടുത്ത കർമ്മവേദിയാണ് തിരുത്തിയാട് ഇസ്ലാമിക് സെന്റർ. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കൊടുമുടിയിൽ കഥനഭാരം പേറി കഴിയാൻ വിധിക്കപ്പെട്ട പാവങ്ങൾക്കിടയിൽ സാന്ത്വനത്തിന്റെ കരസ്പർശമായി ഈ സംഘം നിലകൊണ്ടു. വാമൊഴികളും വരമൊഴികളും അറിവിന്റെ പ്രധാന മാർഗങ്ങളായി കണ്ടിരുന്ന അന്നത്തെ സമൂഹത്തിന് പ്രചോദനമായി ഒരു ഹോം ലൈബ്രറി രൂപീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക് സെന്റർ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. സാമൂഹികം, സാംസ്കാരികം, ജീവകാരുണ്യം, വിദ്യാഭ്യാസം തുടങ്ങി നാടിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മർഹൂം KV മുഹമ്മദ് സാഹിബിന്റെ സീമന്തപുത്രൻ ഡോക്ടർ CK അഹമ്മദ് കുട്ടി സാഹിബിന്റെ കരങ്ങൾ കൊണ്ടാണ് ഈ കർമ്മം നിർവഹിക്കപ്പെട്ടത്. തിമർത്ത് പെയ്യുന്ന മഴയത്ത് ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴെ ഉറക്കം നഷ്ടപ്പെട്ട കുഞ്ഞുമക്കളെ മാറോടണച്ച് കരയാൻ വിധിക്കപ്പെട്ട പാവങ്ങളുടെ പാർപ്പിടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനാണ് സെന്റർ പ്രഥമ പരിഗണന നൽകി വരുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തകരുടെ വിശ്രമമറിയാത്ത പ്രയത്നങ്ങൾ മൂലം കൊച്ചു കുടിലുകളിലും കൂരകളിലും കഴിഞ്ഞു വന്നിരുന്ന 28 കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുവാനും 10-ലേറെ വീടുകളുടെ നിർമ്മാണത്തിൽ ഭാഗിക സഹായം നൽകുവാനും സാധിച്ചിട്ടുണ്ട്. വാഴയൂർ പഞ്ചായത്തിലെ തിരുത്തിയാട്, പൊന്നേമ്പാടം, മൂളപ്പുറം, കാരാട്, കക്കോവ്, അഴിഞ്ഞിലം, പുതുക്കോട്, വാഴയൂർ, മുണ്ടകാശ്ശേരി എന്നീ പ്രദേശങ്ങളിലായി ഗുണഭോക്തൃ ശൃംഖല വ്യാപിച്ചു കിടക്കുകയാണ്. ജലദൗർലഭ്യം മൂലം ഏറെക്കാലമായി ദുരിതമനുഭവിച്ചിരുന്ന കാരാട് ലക്ഷം വീട് കോളനിയിലെ 20-ലധികം വരുന്ന കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയ സെന്റർ വിവിധയിടങ്ങളിലായി 3 കിണറുകളും 4 കുഴൽക്കിണറുകളും നിർമ്മിച്ചു നൽകുകയും ചെയ്തു. പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി അവാർഡുകൾ നൽകുന്നതോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനസഹായം നൽകുകയും ചെയ്യുന്നു. 20ാം വാർഷികത്തോടനുബന്ധിച്ച് അഴിഞ്ഞിലം തളി ക്ഷേത്രവുമായി ചേർന്ന് വിപുലമായ മതസൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിച്ച തിരുത്തിയാട് ഇസ്ലാമിക് സെന്റർ പലപ്പോഴായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ക്യാമ്പുകളും ഉദ്ബോധന പരിപാടികളും നടത്തിവരാറുണ്ട്. തിരുത്തിയാട് ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, മതപണ്ഡിതർ, സാംസ്കാരിക നായകർ തുടങ്ങി കേരളത്തിലെ ഒട്ടേറെ മഹൽ വ്യക്തികളുടെ സാന്നിധ്യം വേദികളെ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. മാരകമായ മാറാരോഗത്തിന്റെ പിടിയിലകപ്പെട്ട് തളർന്ന ശരീരവും തകർന്ന മനസ്സുമായി കഴിയുന്ന നിരവധി സഹോദരങ്ങൾക്ക് ആശ്വാസഹസ്തമേകാനും സെന്ററിന് സാധിച്ചിട്ടുണ്ട്. ജാതി, മതം, കക്ഷിരാഷ്ട്രീയം തുടങ്ങി സകലവിധ സങ്കുചിതത്വങ്ങൾക്കും അതീതമായി അർഹത മാത്രം മാനദണ്ഡമാക്കിയാണ് ഇക്കാലമത്രയും ഗുണഭോക്താക്കളെ നിശ്ചയിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളുടെ അഭിമാനക്ഷതം ഭയന്ന് ഗുണഭോക്താക്കളെ വേദികളിൽ പ്രദർശിപ്പിക്കുകയോ പേജുകളിൽ പരാമർശിക്കുകയോ ചെയ്യുന്ന രീതി സെന്റർ അവലംബിക്കാറില്ല. നിർമ്മിച്ചു നൽകിയ വീടുകളിൽ പലതും ഗതാഗത സൗകര്യമില്ലാത്ത കുന്നിൻ മുകളിലും മലഞ്ചെരുവുകളിലുമായതിനാൽ ബോളറും മണലും ചെങ്കല്ലും തുടങ്ങി സാധന സാമഗ്രികളെല്ലാം ദീർഘദൂരം തലയിൽ ചുമന്നുകൊണ്ടാണ് പ്രവർത്തകർ പണിയിടങ്ങളിലെത്തിക്കാറുള്ളത്. നിരാലംബരായ തങ്ങളുടെ സഹജീവികളുടെ ദുരിത നിവാരണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒട്ടനവധി യുവാക്കളുടെ വിയർപ്പുതുള്ളികളാണ് ഈ സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് വളക്കൂറ് നൽകിയത്. തുടക്കത്തിന്റെ കരുത്തും കരുതലും മങ്ങലേൽക്കാതെ കാക്കുമെന്ന പ്രഖ്യാപനം കർമ്മങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കുന്ന പുതിയ യൗവനത്തിന്റെയും കൗമാരത്തിന്റെയും കൂട്ടായ്മയാണ് ഇതിന്റെ
ഭാസുരമായ ഭാവിക്ക് പ്രതീക്ഷ നൽകുന്നത്. ആദ്യ വർഷങ്ങളിൽ തിരുത്തിയാട് പ്രദേശത്ത് പരിമിതപ്പെട്ടിരുന്ന ഈ സംരംഭം പിന്നീട് കൂടുതൽ അർഹരായവരെ തേടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. സുദീർഘമായ ഈ കാലയളവിൽ ഒന്നൊന്നിടവിട്ട് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുടെ കിതപ്പിനിടയിലും പിടിച്ചുനിന്ന് വീണ്ടും കുതിച്ചുയരാൻ ശക്തി പകർന്നത് പരമകാരുണികനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹവും നാട്ടിലും മറുനാട്ടിലും ഈ മഹൽ സംരംഭത്ത് നെഞ്ചേറ്റിയ സഹൃദയരുടെ നിർലോഭമായ സഹായങ്ങളുമാണ്. ഭൗതിക ലോകത്ത് യാതൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്ന ദാനവും ചെയ്യുന്ന കർമ്മങ്ങളും മാത്രം പരിഗണിക്കപ്പെടുന്ന മറ്റൊരു ലോകത്ത് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. നിർധനരായ പാവങ്ങൾക്ക് അവരുടെ കൈവശഭൂമിയിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമ്പോൾ ഒരു തുണ്ട് ഭൂമിയും സ്വന്തമായിട്ടില്ലാത്തവരുടെ പരാധീനതകൾക്ക് മുമ്പിൽ നിസ്സഹായരായിരുന്നു സംഘാടകർ. എന്നാൽ ഈയൊരു വിഷമസന്ധിക്ക് വിരാമമിട്ട് കക്കോവ് കോട്ടുപാടത്തെ ഉദാരമനസ്കനായ യുവസഹോദരൻ കെ റഷീദ് 20 സെന്റ് ഭൂമി ദാനമായി നൽകുകയുണ്ടായി. കാരുണ്യ പ്രവർത്തനങ്ങളോട് താൽപര്യവും സഹായ സന്നദ്ധതയുമുള്ള വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തി ഇസ്ലാമിക് സെന്ററിന്റെ സംരംഭങ്ങളുടെ വിപുലീകരണത്തിനു വേണ്ടി അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഭൂരഹിതരായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി 4 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച 6 വീടുകൾ ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയം സൗന്ദര്യത്തിലും സൗകര്യത്തിലും മികവാർന്ന നിലയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അഭയം ആദ്യ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിനു മുമ്പ് തന്നെ ഫാറൂഖ് കോളേജ് രസതന്ത്രം വിഭാഗത്തിലെ റിട്ടയേർഡ് അധ്യാപകനായ പ്രൊഫസർ കെ കോയട്ടിസാർ പൊന്നേമ്പാടത്തുള്ള തന്റെ 30 സെന്റ് ഭൂമിയും നിർമ്മാണം പൂർത്തിയായതോടെ റിട്ടയേർഡ് അധ്യാപകനായ പി മുഹമ്മദ് മാസ്റ്റർ 15 സെന്റ് ഭൂമിയും ട്രസ്റ്റിന് കൈമാറാൻ സന്നദ്ധമായിരിക്കുകയാണ്. പെരിങ്ങാവിലും വാഴയൂരിലുമുള്ള സഹൃദയരായ ചില വ്യക്തികളിൽ നിന്നും ഭൂമി സംബന്ധിച്ച ഓഫറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആതുര സേവനം, കുടിവെള്ളം, പാർപ്പിടം തുടങ്ങിയ മേഖലകളിൽ സൗജന്യമായ സർക്കാരേതര സംവിധാനങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിലും ഒന്നൊന്നായി നിലവിൽ വരുമ്പോഴും ഇതൊന്നും പര്യാപ്തമാകാത്ത വിധം അർഹരായ ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിച്ചുവരുന്നുവെന്ന ഖേദകരമായ വസ്തുത നമ്മെ അസ്വസ്ഥമാക്കുന്നതാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന നബിവചനം അന്വർത്ഥമാക്കി അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ പിന്നിട്ട 2.5 പതിറ്റാണ്ട് കാലം ഭൗതിക നേട്ടങ്ങളും താൽപര്യങ്ങളും വെടിഞ്ഞ് ഈ സംരംഭത്തിനു വേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിച്ചവരോടും വർഷാവർഷങ്ങളിൽ അധ്വാനത്തിന്റെ വിഹിതം നൽകി സഹായിച്ചവരോടുമുള്ള കടമകളും കടപ്പാടുകളും വാക്കുകൾക്കതീതമാണ്. സേവന പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള വാഴയൂരിന്റെ മണ്ണിൽ കരുണയുടെ വറ്റാത്ത ഉറവകൾ തീർത്ത് അഭയം മുന്നോട്ടു പോകുമ്പോൾ അധ്വാനത്തിന്റെ കരുത്തും ഔദാര്യത്തിന്റെ കരങ്ങളുമായി തുടർന്നും നിങ്ങളുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രപഞ്ച സ്രഷ്ടാവായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.